തമസോമാ ജ്യോതിർഗമയ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്ന്. ഇന്ന് അടിച്ചമർത്തലിൻ്റെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു കയറിയ ഒരു പോരാളിയുടെ കഥ പറഞ്ഞു തുടങ്ങാം. ലോകം ഞെട്ടലോടെ കണ്ടതാണ് ആ മുഖം. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഐഷ മുഹമ്മദ് സായി. ലോകം അവളെ വിളിക്കുന്നത് ബീബി ഐഷ എന്നാണ്. വെറും 12 വയസ്സുള്ളപ്പോഴാണ് അവൾ ബാലവിവാഹത്തിന് ഇരയായത്. ഒരു താലിബാൻ പ്രവർത്തകൻ്റെ വീട്ടിലേക്ക്. അവിടെ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ഒരു രക്ഷയില്ലാതെ ആ അവസ്ഥയിൽ 18-ാം വയസ്സിൽ രക്ഷപ്പെടാൻ അവളൊരു വഴി കണ്ടെത്തി, ഒളിച്ചോടുക എന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, നിർഭാഗ്യകരമായ വിധിയാണ് ഐഷയെ കാത്തിരുന്നത്. ഐഷ പിടിക്കപ്പെട്ടു. അവളെ കാത്തിരുന്ന അതിക്രൂരമായ ശിക്ഷാമുറകളാണ്. താലിബാൻ്റെ നിയമപ്രകാരം ഭർത്താവിനെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഐഷയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ മൂക്കും ചെവികളുമൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ മുറിച്ചു മാറ്റി. ഗുരുതരാവസ്ഥയിൽ മരുഭൂമിയിൽ അവളെ മരിക്കാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. പക്ഷേ ഗ്രാമവാസികളെല്ലാം അവരെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിൻ്റെ, അതിജീവനത്തിൻ്റെ കഥയാണ് പിന്നീടുള്ളത്. ആ പെൺകുട്ടിയുടെ ചിത്രം 2010-ൽ ലോകത്തെ പിടിച്ചു കുലുക്കി. ടൈം മാഗസിൻ അവളുടെ മുറിവേറ്റ മുഖം കവറായി പ്രസിദ്ധീകരിച്ചു. അഫ്ഗാൻ സ്ത്രീകൾക്ക് ഇനി എന്ത് എന്ന ചോദ്യം താലിബാൻ ഭരണകൂടത്തിൻ്റെ ക്രൂരതയുടെ മുഖം ലോക മനസാക്ഷിക്ക് മുന്നിൽ ഉയർത്തി. ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അഫ്ഗാനിലെ സ്ത്രീകളുടെ ദുരിതത്തിലേക്ക് ലോക ശ്രദ്ധ എത്താൻ ഈ സംഭവം കാരണമായി. മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്ന ഐഷയ്ക്കായി അന്താരാഷ്ട്ര സഹായമെത്തി. അമേരിക്കയിലെത്തിച്ച് മികച്ച ചികിത്സയും പ്ലാസ്റ്റിക് സർജറിയുടെ പുതിയ മുഖവുമൊക്കെ നൽകി. അപ്പം മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കാനുള്ള ചികിത്സയും. ഐഷ മുഹമ്മദ് സായിയുടെ പുതിയ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അമേരിക്കൻ ഒരു കുടുംബം ഐഷ മുഹമ്മദ് സായിയെ പിന്നീട് ദത്തെടുക്കുന്നുണ്ട്. അവൾ പഠിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ഇന്ന് ജീവിക്കുകയുമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രതീകമായി ഇന്ന് ഐഷ മുഹമ്മദ് സായി മാറിയിരിക്കുന്നു. പോരാട്ടത്തിൻ്റെ തീജ്വാലയാണ് ആ ജീവിതം. അവൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഭയപ്പെടേണ്ടതില്ല, ശബ്ദമുയർത്തുക, കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ്. അഫ്ഗാനിസ്ഥാനിലെ അടിച്ചമർത്തപ്പെട്ട ആ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷയുടെ പ്രകാശമായി ഉയർന്നു വന്ന ഐഷ. അവളുടെ വാക്കുകളും പോരാട്ടവും നമ്മൾ ഓരോരുത്തർക്കും പ്രചോദനമാണ്. ആ അതിജീവന ഗാഥ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ഊർജവുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഐഷയുടെ വാക്കുകൾ നമുക്കും ഏറ്റെടുക്കാം.